ദക്ഷിണമേഖല ഓൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെ ബോധവൽക്കരണ ലഘുലേഖ വിതരണം ചെയ്തു. ദക്ഷിണമേഖല ഓൾ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ലഘുലേഖ വിതരണം ചെയ്തു. ചേർത്തല KSRTC ബസ് സ്റ്റേഷനിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. എക്സൈസ് വകുപ്പിലെ വിമുക്തി ലഹരി വർജന മിഷൻ പുറത്തിറക്കിയ ആസക്തി ലഹരിയോടല്ല ജീവിതത്തോടാകട്ടെ എന്ന ലഘുലേഖ KSRTC സൂപ്രണ്ട് A. പ്രമീളയ്ക്ക് നൽകിക്കൊണ്ട് ഡോക്ടർ തോമസ് V. പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു സിഗരറ്റ് വെച്ചാൽ നമുക്ക് വളരെ കുറ്റകരമായ സമയത്താണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ഇന്നത്തെ ലോകം അതല്ല. നമ്മുടെ കുട്ടികൾ രക്ഷകർത്താക്കൾ അറിയണം അവരെന്താ യൂസ് ചെയ്യുന്നത്, അവരെവിടെയാണ് കഴിയുന്നത്. രാത്രിയിൽ വന്ന് ബെഡ്റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റേഷൻ KSRTC ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഈ വിപത്തിൽ നിന്ന് കേരളത്തെ മുക്തിയാടാൻ വളരെയധികം സാധിക്കും. വേളർവട്ടം ശശികുമാർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ P. ബിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനമായും ഇപ്പോൾ രാസലഹരി എന്ന് പറയുന്ന ഒരു പുതിയ പേര് എല്ലാവരും ഈ അടുത്ത കാലത്ത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. രാസലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ രാസലഹരി എന്ന് പറയുന്നതാണ് വിഷയം. ഇന്നത്തെ പ്രധാന വിഷയം രാസലഹരിയാണ്. എന്താണ് ഈ രാസലഹരി എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് നമ്മളല്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ മാറ്റിയെടുത്ത് നമ്മളെ ശരീരത്തിനെ കൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുക, നമ്മുടെ ബ്രെയിനിൻ്റെ താളം തെറ്റിക്കുക. ഇതുവഴി ക്രിമിനലുകളായി മാറുകയാണ് നമ്മുടെ യുവതലമുറ മുഴുവനും. ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന പത്രങ്ങളെടുത്താൽ ചോരയില്ലാത്ത വാർത്ത ഇല്ലാത്ത ഒരു ദിവസമില്ല. നമ്മുടെ അടുത്ത കാലങ്ങളിൽ നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ രാസലഹരികളുടെ അതിപ്രസരം കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഓരോ വാർഡ് തലത്തിലും ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെല്ലുമ്പോൾ ഓരോ വാർഡിൽ നിന്നും നമുക്ക് കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും തുറന്നു പറയാൻ മടിക്കുന്ന വാർത്തകളാണ് നമ്മളോട് രഹസ്യമായി അവർ പറയുന്നത്. ചേർത്തല മുനിസിപ്പൽ കൗൺസിലർ AAG PD ലക്കി, സരിക കുഞ്ഞുമോൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. കേരളീയ സമൂഹത്തെ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ പോലെ കേരളീയ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാവിപത്താണ് രാസലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. എയ്ഡ്സും അതുപോലെ കോവിഡുമൊക്കെ ഒരു പരിധിവരെ വന്നിരുന്നത് ഞങ്ങളെയൊക്കെ പോലുള്ള സീനിയർ പൗരന്മാരെ ആണെങ്കിൽ, സിറ്റിസൺസിനെ ആണെങ്കിൽ, ഈ രാസലഹരിയുടെ ആപത്ത്, ഈ ക്യാൻസർ പോലെയുള്ള ആപത്ത് പടർന്നു പിടിക്കുന്ന നമ്മുടെ ഏറ്റവും പുതിയ മുകളങ്ങളായ ചെറുപ്പക്കാരെയാണ്, യുവാക്കളെയാണ്, വിദ്യാർത്ഥികളെയാണ്. അത് ഈ നാടിൻ്റെ ഭാവി തകർക്കും. കാരണം ഭാവിയുടെ ഏത് രാഷ്ട്രത്തിൻ്റെയും ഏത് സമൂഹത്തിൻ്റെയും നട്ടെല്ലെന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്.